ജസ്റ്റിൻ മാത്യു കഥ എഴുതി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പടം, ഇന്നലെ റിലീസ് ചെയ്ത പടം പൊന്മാൻ, മലയാളം മൂവി, തിയേറ്ററിൽ പോയി കണ്ടു. ബേസിൽ ജോസഫാണ് നായകൻ. ബേസിൽ ജോസഫ് തുടരെ പടങ്ങൾ ഹിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തു. സൂക്ഷ്മദർശിനി ആണെങ്കിൽ ശരി, പിന്നെ പ്രാവിൻകൂട് ഷാപ്പ്, ഇറങ്ങുന്ന പടങ്ങളൊക്കെ ഒന്നിനൊന്നും മികച്ചത്, നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ പോളിഷ് ചെയ്തു വരുന്ന ഒരു സംവിധായകനും നടനും ഒക്കെയാണ് ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫ് നമ്മൾ ദാനി ശ്രീനിവാസനെ പോലെയല്ല, ചെയ്യുന്ന പടങ്ങളൊക്കെ നല്ല സെലക്ഷനാണ്, നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തു വെക്കുന്നുണ്ട്. പടത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ മികച്ചതുമാണ്. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ പെടുന്ന ഒരു പടം, ഇന്നലെ ഇറങ്ങിയ പടമാണ് പൊന്മാൻ. ആ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുന്നത് കൊല്ലം ഭാഗത്തുള്ള ഒരു സ്ഥലത്താണ്, ഒരു ഗ്രാമപ്രദേശത്താണ് നടക്കുന്നത്. അവിടെ ചെന്ന് വെത്തുകയാണ് നമ്മളുടെ അജേഷ് എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന ബേസിൽ ജോസഫ്. ഒരു ഗോൾഡ് ഡീലറാണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ വേണ്ട രീതിയിലുള്ള സ്വർണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ആൾ. ആ കല്യാണത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഗോൾഡിന് തത്തുല്യമായിട്ടുള്ള പൈസ കുറച്ച് ലേറ്റായിട്ട് കിട്ടിയാലും മതി എന്നുള്ള രീതിയിൽ, കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ തന്നെ കിട്ടിയാൽ മതി. കാരണം കല്യാണ സമയത്ത് പാവപ്പെട്ട ആൾക്കാർ കല്യാണം കഴിയുന്ന സമയത്ത് നമ്മൾക്കറിയാം എല്ലാവരും പൈസ ഒക്കെ വെക്കും. ആ പൈസ വെക്കുമ്പോൾ ആ പൈസയിൽ നിന്ന് ഒരു ഭാഗം മിച്ചം പിടിച്ചിട്ട്, അല്ലെങ്കിൽ അത് ശേഖരിച്ച് വെച്ചിട്ട് എത്ര ഗോൾഡാണ് എടുത്ത് അത് തിരിച്ച് കൊടുക്കുന്ന രീതിയിൽ, അത് കടം വീട്ടുന്ന രീതിയിൽ, ഉടനടി വീട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പുള്ള പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GST ടാക്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഗോൾഡ് ഡീൽ ചെയ്യുക. വാക്കിൻ്റെ പുറത്ത്, വിശ്വാസത്തിൻ്റെ പുറത്തിൽ ചെയ്യുന്ന ഒരു കച്ചവടമാണത്. ഒരു സത്യസന്ധമായിട്ടുള്ള കച്ചവടം, ഒരു നേരും നെറിയുള്ള കച്ചവടം, വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യുന്ന കച്ചവടം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ആണ് ഇതിനകത്ത് അജേഷ് എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഗോൾഡ് കൊടുക്കുന്നു. ഈ ഗോൾഡ് കൊടുത്തിട്ട് ലാസ്റ്റ് പൈസ തിരിച്ച് കിട്ടുമോ, പൈസ തിരിച്ച് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ആ കൊടുത്ത ഗോൾഡ് തിരിച്ച് കിട്ടുമോ, അത് വസൂലാക്കാൻ പറ്റുമോ, അതിന് തുല്യമായിട്ടുള്ള വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ എറിവൃത്തം. ആ പടത്തിൽ സംഭവിക്കുന്നത് ഈ ഗോൾഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ്. അത് അത്യന്തം രസകരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ കാണുന്ന രീതിയിൽ ലോഹം എന്ന പടത്തിലാണ് ശരി, നമ്മുടെ കാസർഗോൾഡ് എന്ന പടത്തിലാണ് ശരി, കണ്ട പോലെയുള്ള ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ഒന്നല്ല പടം. അപ്പോൾ ഇതിനകത്ത് ഗോൾഡ് കൊടുക്കുന്നു, അതിൻ്റെ പൈസ കിട്ടാനായിട്ട് നടക്കുന്നു. ആ രീതിയിൽ താഴെ തട്ടിലുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ഒരു കഥ, അത് എന്തൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ലാസ്റ്റ് കൊണ്ട് ചെന്നെത്തിക്കും, ലാസ്റ്റ് ഈ പൈസ മുതലാക്കാൻ പറ്റുമോ, വസൂലാക്കാൻ പറ്റുമോ, തിരിച്ച് ഗോൾഡ് കിട്ടുമോ എന്നുള്ളതൊക്കെ നല്ല രസത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറേ പടത്തിൽ ലെങ്ത് ഉള്ളൂ. ഇൻ്റർവെൽ അടക്കം 2 മണിക്കൂർ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നല്ല സ്പീഡിലാണ് പടം പോകുന്നത്. ഗ്രാമഭംഗിയൊക്കെ കാണിച്ചിട്ട് നല്ല രീതിയിലുള്ള തിരക്കഥ, നല്ല രീതിയിലുള്ള മേക്കിംഗ്, നല്ല രീതിയിലുള്ള ഒരുപാട് ഇവൻറ്റ്സുകൾ ഈ പടത്തിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടം ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ്. നല്ല രീതിയിൽ നമുക്കൊക്കെ ഈ പടം എൻഗേജ് ചെയ്ത് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു 8 ഔട്ട് ഓഫ് 10 സ്കോർ കൊടുക്കാം ഇന്നലെ റിലീസ് ചെയ്ത ബേസിൽ ജോസഫ് നായകനായിട്ട് തിയേറ്ററിൽ വന്ന പൊന്മാൻ മൂവിക്ക്.